പുതിയ ടാസ്ക്കാണ്. വീടിന് വെളിയിലൊരു കാറുണ്ട്. ആ കാറിൽ 4 ലക്ഷം രൂപ 20,000 രൂപ വെച്ച് 20 കെട്ട് നോട്ട് കെട്ടുകൾ ആ കാറിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ അവിടെ പോയി അതെടുത്ത് തിരിച്ച് വീട്ടിൽ കയറിയാൽ ആ പൈസ അവർക്ക് സ്വന്തം. ഇല്ലെങ്കിൽ പൈസയും പോയി ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി അവർ എവിക്റ്റായി പോകുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതിന് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ അനിമോൾ, അക്ബർ, ആദില 3 പേരും റെഡിയായി ഗേറ്റിൻ്റെ അഴിവത്ത് നിൽക്കുകയാണ്. ബസർ ശബ്ദം കേൾക്കുമ്പം ഓടണം. ഓടിപ്പോയി 1 മിനിറ്റിനുള്ളിൽ പൈസ എടുക്കണം. അക്ബർ പറയുന്നുണ്ട് നമുക്ക് എണ്ണിക്കൊണ്ട് ഓടിയാൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ അവർ 3 പേരും ബസർ സൗണ്ട് കേട്ടത് ഓടുകയാണ്. ഓടി നേരെ കാറിൻ്റെ അടുത്ത് ചെല്ലുന്നു. കാറിൽ നിന്ന് അക്ബറും ആദിലയും കാറിനകത്ത് കയറുന്നത്. അനിമോൾ പക്ഷേ കാറിന് വെളിയിൽ നിന്നുകൊണ്ട് ഡോറ് തുറന്നിട്ടാണ് പൈസ എടുക്കുന്നത്. അങ്ങനെ അവർ ഓരോ ഭാഗത്തായിട്ട് ഒളിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. സീറ്റിനടിയിലൊക്കെ ആദില പൈസ തേടുന്നുണ്ട്. അനിമോൾ കാറിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന് പൈസ അവിടെ ഉള്ളത് എടുത്തിട്ട് അതിൽ കൂടെ വെളിയിൽ വന്ന് വെളിയിലത്തെ ഡോറ് ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടുത്ത് വന്ന് ആ ഡോറ് തുറന്ന് അനിമോൾ അതിൽ നിന്നും പൈസ എടുക്കുകയാണ്. അനിമോൾ കാറിനുള്ളിൽ കയറിയിട്ടില്ല. അനിമോൾ കാറിൻ്റെ വെളിയിൽ നിന്നിട്ടാണ് പൈസ എടുക്കുന്നത്. അവർ 2 പേരും കാറിനകത്താണ്. പക്ഷേ അക്ബർ ഉറക്കെ നമ്പറുകൾ എണ്ണുന്നുണ്ട്. 1, 2, 3 എണ്ണിയാണ് അക്ബർ ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25 ആയപ്പോൾ അനിമോൾ ഉറക്കെ എണ്ണാൻ തുടങ്ങി അക്ബറിൻ്റെ കൂടെ. അപ്പോഴത്തേക്ക് ഇവിടെ അകത്ത് നിന്ന് എല്ലാവരും വാ സമയമായി എന്ന് പറഞ്ഞ് 43 വരെ അവർ കൗണ്ട് ചെയ്തിട്ട് ഓടി അകത്ത് കയറി. ഗേറ്റ് അടഞ്ഞ് തുടങ്ങുമ്പോൾ 3 പേരും അകത്ത് വന്നു കഴിഞ്ഞ് കറക്റ്റ് 8-9 മിനിറ്റ് ഉള്ളപ്പം 3 പേരും അകത്ത് എത്തിക്കഴിഞ്ഞ്. അക്ബറാണ് മുമ്പേ എത്തിയത്. 2ാമത് അനിമോൾ, 3ാമത് ആദില. ആ ക്രമത്തിലാണ് 3 പേരും വീട്ടിനുള്ളിൽ കയറിയത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ 43 വരെ അവർ കാറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഇവിടെ നിന്നിട്ട് നൂറ വിളിച്ച് പറയുന്നത് നിങ്ങൾ വാ നിങ്ങൾ പോരെ സമയമായി എന്ന് പറയുന്നുണ്ട്. അനീഷയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. എല്ലാവരും ഭയങ്കര സന്തോഷമായി ഇവർ വന്നപ്പോഴത്തേക്ക്. അനിമോൾ ഭയങ്കരമായിട്ട് അത് റിസ്ക് എടുത്ത് തന്നെ അത് ചെയ്തേക്കുന്നത്. 3 പേര് നല്ല ഒത്തൊരുമയോടെ ചെയ്തെന്നുള്ളതാണ്.